നമസ്കാരം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കേന്ദ്ര സർക്കാർ സുപ്രധാനമായ ഒരു നയതന്ത്ര മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ദിനേശ് ത്രിവേദിയെ ബംഗ്ലാദേശിലേക്കുള്ള അടുത്ത ഹൈക്കമ്മീഷണറായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥരല്ലാത്ത ഒരാളെ ഇത്തരമൊരു സുപ്രധാന സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. ദില്ലിയും ധാക്കയും തമ്മിലുള്ള ബന്ധം പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുനർനിർവചിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുന്നത്. പ്രണയ് വർമ്മയ്ക്ക് പകരമാണ് ദിനേശ് ത്രിവേദി ഈ സ്ഥാനത്തെത്തുന്നത്. പ്രണയ് വർമ്മയെ യൂറോപ്യൻ യൂണിയനിലേക്കും ബെൽജിയത്തിലേക്കും ഇന്ത്യയുടെ പ്രതിനിധിയായി അയക്കാനാണ് തീരുമാനം. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2024 ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണത്. 16 വർഷത്തോളം ബംഗ്ലാദേശ് ഭരിച്ച ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് നടന്ന പ്രക്ഷോഭങ്ങൾ വലിയ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കാണ് കാരണമായത്. ഹസീനയുടെ ഭരണകാലത്ത് നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി എന്നാരോപിച്ച് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ അവർക്ക് വധശിക്ഷ വിധിച്ചതും തുടർന്ന് അവരെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് തുടർച്ചയായി ആവശ്യപ്പെടുന്നതും നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ ഏറ്റവും വലിയ തടസ്സമായി നിലനിൽക്കുകയാണ്. ഇന്ത്യ ഇതുവരെ ഈ ആവശ്യത്തിന് വഴങ്ങിയിട്ടില്ല എന്നത് ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തിന് അതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ്. മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടത്തിന് കീഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം വഷളായിരുന്നു. എന്നാൽ ഈ വർഷം ആദ്യം അധികാരമേറ്റ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാൻ ശ്രമങ്ങൾ നടത്തിവരികയാണ്. ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രൊഫഷണൽ നയതന്ത്രജ്ഞനേക്കാൾ ഉപരിയായി രാഷ്ട്രീയ കാര്യങ്ങളിൽ അറിവും അനുഭവ പരിചയമുള്ള ഒരാൾ ധാക്കയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി എത്തുന്നത് ഗുണകരമാകുമെന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നു. ദിനേശ് ത്രിവേദിയുടെ നിയമനം ഈ ദിശയിലുള്ള ഒരു ശ്രമമാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്ന അദ്ദേഹം 2021 BJPയിൽ ചേരുന്നതിന് മുൻപ് തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായിരുന്ന ത്രിവേദിക്ക് ബംഗാളി രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ബന്ധപ്പട്ടികയുണ്ട്. അമേരിക്കയിലെ ടെക്സസ് സർവകലാശാലയിൽ നിന്ന് MBA ബിരുദധാരിയായ ദിനേശ് ത്രിവേദിയുടെ അക്കാദമിക് പശ്ചാത്തലവും മുമ്പ് ഒരു എയർ കാർഗോ ബിസിനസ് നടത്തിയിരുന്ന പരിചയവും അദ്ദേഹത്തിന് ഈ പദവിയിൽ മുതൽക്കൂട്ടാകും. ഒരു പൈലറ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പരിശീലനം സങ്കീർണമായ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിൻ്റെ പക്വതയും ഭരണപരമായ അനുഭവജ്ഞാനവും ബംഗ്ലാദേശിലെ നിലവിലെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. നിലവിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ സജീവമാണ്. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ അടുത്തിടെ ദില്ലി സന്ദർശിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ ചർച്ചകൾ ഈ റീസെറ്റ് പ്രക്രിയയുടെ ഭാഗമാണ്. വ്യാപാരം, ഊർജം, ജനങ്ങൾ തമ്മിലുള്ള സഹകരണം തുടങ്ങിയ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇരു രാജ്യങ്ങളും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാജ്യത്തെ നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കുവാൻ ദിനേശ് ത്രിവേദിയുടെ വരവ് സഹായിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധം വെറുമൊരു ഔദ്യോഗിക നടപടിക്രമം എന്നതിലുപരി രാജ്യങ്ങളുടെയും തന്ത്രപരമായ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒന്നാണ്. ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ബംഗ്ലാദേശ് ഉയർത്തുന്ന ആവശ്യങ്ങളും അതിന് ഇന്ത്യ നൽകുന്ന മറുപടികളും ഭാവിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുമെന്നത് ഹൈക്കമ്മീഷണർ എന്ന നിലയിൽ അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. മുൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മ ഇതിനകം തന്നെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള അടിത്തറ പാകിയിട്ടുണ്ട്. ആ പാതയിലൂടെ മുന്നോട്ട് പോയി രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കിടയിലും ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരു സഹകരണ അന്തരീക്ഷം കെട്ടിപ്പടുക്കുക എന്നതാണ് ദിനേശ് ത്രിവേദിയുടെ പ്രധാന ദൗത്യം. നയതന്ത്രം എന്നത് കേവലം ചർച്ചകൾ മാത്രമേ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് പരസ്പര വിശ്വാസം വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ സാമീപ്യം ഇരു രാജ്യങ്ങളെയും അവിഭാജ്യമായ പങ്കാളികളാക്കുന്നു. വികസനം, സാമ്പത്തിക സഹകരണം, സുരക്ഷ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും പരസ്പര സഹായം അനിവാര്യമാണ്. ചരിത്രപരമായ മുറിവുകളും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കെ തന്നെ ഭാവിയിലേക്കുള്ള പാത തുറക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. തൻ്റെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവ സമ്പത്തുമായി ധാക്കയിലെത്തുന്ന ദിനേശ് ത്രിവേദിക്ക് വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ ബന്ധത്തെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ഈ നിയമനം ഇന്ത്യയുടെ സമീപനത്തിലെ ഗൗരവകരമായ ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. കേവലം നയതന്ത്രം മാത്രമല്ല, രാഷ്ട്രീയമായ ഇടപെടലുകൾ കൂടി ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നത് ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ മൊത്തത്തിലുള്ള സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കേന്ദ്ര സർക്കാർ സുപ്രധാനമായ ഒരു നയതന്ത്ര മാറ്റത്തിന് തുടക്കമിടുന്നത്.
ഈ നിയമനത്തെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വിലയിരുത്തുമ്പോൾ അതൊരു ചെറിയ ആശ്വാസമല്ല, മറിച്ച് ഇന്ത്യ നൽകുന്ന ശക്തമായൊരു സന്ദേശമായാണ് കാണേണ്ടത്. ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ വലിയ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷമുണ്ടായ കലാപങ്ങളും അസ്ഥിരതയും ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും നേരെയുള്ള ഭീഷണികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു സാധാരണ നയതന്ത്രത്തിനേക്കാൾ ഉപരിയായി നേരിട്ട് ദില്ലിയുടെ ഉന്നത തലങ്ങളിലേക്ക് ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങോട്ട് അയക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വലിയൊരു ധാർമ്മിക പിന്തുണ നൽകുന്നുണ്ട്. ഇന്ത്യൻ സർക്കാർ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ ഗൗരവമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നും ന്യൂനപക്ഷ സുരക്ഷയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലെന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് ഈ നിയമനം നൽകുന്നത്. ദിനേശ് ത്രിവേദിയുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളുമായി വളരെ വേഗത്തിൽ ഇണങ്ങിച്ചേരാൻ കഴിയുമെന്ന് കാണാം. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹത്തിന് ബംഗാളി ഭാഷയിലും അവിടുത്തെ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിലും നല്ല അറിവുണ്ട്. ഇത് ബംഗ്ലാദേശിലെ ഭരണകൂടവുമായും സിവിൽ സമൂഹവുമായും നേരിട്ട് സംവാദിക്കാൻ അദ്ദേഹത്തെ സഹായിക്കും. ഭാഷാപരമായ ഈ സാമീപ്യം അദ്ദേഹത്തിന് വലിയൊരു ഗുണമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങളോ ഭീഷണികളോ ഉണ്ടാകുമ്പോൾ ഒരു സാധാരണ നയതന്ത്രത്തിന് മുകളിലേക്കുള്ള റിപ്പോർട്ടിങ്ങിനേക്കാൾ വേഗത്തിൽ നേരിട്ട് രാഷ്ട്രീയ നേതൃത്വ വിവരങ്ങൾ അറിയിക്കാനും നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചേക്കും. ഇതൊരു തരത്തിൽ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് നൽകുന്ന ശക്തമായൊരു സൗഹൃദ സമ്മർദ്ദം കൂടിയാണ്. അതേസമയം നാം യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ സമീപിക്കേണ്ടതുണ്ട്. ഒരു ഹൈക്കമ്മീഷണർക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ പരിമിതികളുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. ഹൈക്കമ്മീഷണർക്ക് നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും മാത്രമേ ഇടപെടാൻ സാധിക്കൂ. ബംഗ്ലാദേശിലെ താരിഖ് റഹ്മാൻ സർക്കാരിൻ്റെ മനോഭാവവും നയങ്ങളും ഈ വിഷയത്തിൽ നിർണായകമാകും. പുതിയ സർക്കാർ ന്യൂനപക്ഷങ്ങളോട് എത്രത്തോളം നീതി പുലർത്തുന്നുവെന്നോ അത്രത്തോളം മാത്രമേ ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങൾ വിജയിക്കുകയുള്ളൂ. അതിനാൽ ദിനേശ് ത്രിവേദിയുടെ വരവ് കൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് മാറുമെന്ന് കരുതുന്നത് അമിത പ്രതീക്ഷയായിരിക്കും. എങ്കിലും ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റം വളരെ വലുതാണ്. പഴയ രീതിയിലുള്ള നയതന്ത്രത്തിന് പകരം രാഷ്ട്രീയമായ ഇടപെടലുകൾക്ക് ഊന്നൽ നൽകുന്ന ഒരു ശൈലിയിലേക്ക് ഇന്ത്യ മാറുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ കൈമാറ്റം സംബന്ധിച്ചും മറ്റ് നിലനിൽക്കുന്ന സങ്കീർണമായ വിഷയങ്ങൾക്കിടയിൽ ന്യൂനപക്ഷ സുരക്ഷ കൂടി പ്രധാന അജണ്ടയായി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവും ഉപയോഗപ്പെടുത്തി രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ന്യൂനപക്ഷ സുരക്ഷയെ ഒരു പ്രധാന സ്തംഭമായി നിലനിർത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കും. ചുരുക്കത്തിൽ ദിനേശ് ത്രിവേദിയുടെ നിയമനം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് തീർച്ചയായും ഒരു മോറൽ സപ്പോർട്ട് അഥവാ ധാർമ്മികമായ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഇന്ത്യ തങ്ങളെ മറന്നിട്ടില്ലെന്നും തങ്ങളുടെ കാര്യങ്ങൾ ഗൗരവമായി കാണാൻ ഉന്നത തലത്തിലുള്ള ഒരു നേതാവിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നും അവർക്ക് തോന്നും. അദ്ദേഹത്തിൻ്റെ വരവ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഈ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ അതിൽ ന്യൂനപക്ഷ സുരക്ഷയും ഉൾപ്പെടണമെന്നത് ഇന്ത്യയുടെ അലിഖിതമായ നിലപാടാണ്. ഈ പുതിയ ദൗത്യത്തിൽ അദ്ദേഹം എത്രത്തോളം വിജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും നാളുകളിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷയും സമാധാനവും. നയതന്ത്രം എന്നത് കേവലം ചർച്ചകളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് പരസ്പര വിശ്വാസം വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ ദിനേശ് ത്രിവേദിക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.